മരുന്ന് വെച്ച് ആന്റിബയോട്ടിക്കുകളും നൽകിയിട്ടുണ്ട്. മറ്റ് ആനകൾക്കൊപ്പം ചാലക്കുടി പുഴയുടെ കരയിലുള്ള മുളങ്കാട്ടിലാണ് രാവിലെ മുറിവേറ്റ കൊമ്പൻ എത്തിയത്. മൂന്ന് കൊമ്പനും ഒരു പിടിയും രാവിലെ കാടിറങ്ങി. കൂട്ടമായി എത്തിയ ആനകളിൽ പരിക്കേറ്റ കൊമ്പൻ മാറിയ സമയം നോക്കി മയക്ക് വെടിവെക്കാൻ ആദ്യ ശ്രമം. ആന ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞെടുത്തത് ആശങ്കയുണ്ടാക്കി. പിന്നെ 2 തവണ കൂടി മയക്കുവെടി. മയക്കുവെടിയേറ്റതിനെ തുടർന്ന് ആന കാലടി പ്ലാന്റേഷനിലെ മുനിപ്പാറ ക്ഷേത്രത്തിന് സമീപം നിലയുറപ്പിച്ചു. ഇവിടെ വെച്ച് ആനയ്ക്ക് ചികിത്സ നൽകി. ആനകൾ തമ്മിൽ കൊമ്പുകോർത്തുണ്ടായ മുറിവ് ആഴത്തിലുള്ളതായിരുന്നുവെന്ന് ഡോക്ടർ അരുൺ സഖറിയ പറഞ്ഞു. ഡീപ്പ് പെനിട്രേഷൻ വൂണ്ടാണ്, കുത്താണ്, ഇടിയാണ്, കൊമ്പന്റെ ഇടിയാണ്. അപ്പം അതിൻ്റെ ഇവിടെയുള്ള എയർസെൽ എന്ന് പറയും, അവിടെയൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് റിസ്ക്കാണ്, കാരണം നമ്മൾ ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ സ്റ്റാൻഡിങ് സെറ്റേഷനിൽ വെച്ചിട്ട് നമ്മൾ നിർത്തിയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ അത് വൂണ്ട് കംപ്ലീറ്റ് ഡ്രസ് ചെയ്തു. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി, വല്ല മെറ്റൽസ് ഉണ്ടോ എന്ന് നോക്കി, നെഗറ്റീവാണ്, ഒന്നുമില്ല. അതിനുശേഷം മുറിവ് നമ്മൾ ഡ്രസ് ചെയ്തു, ആന്റിബയോട്ടിക് കവറേജ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ചെയ്തു, റിവേഴ്സ് ചെയ്തു. ആനയ്ക്ക് തുടർ നിരീക്ഷണം നൽകുമെന്ന് വാഴച്ചാൽ DFO R ലക്ഷ്മി അറിയിച്ചു. ആനിമലിനെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. 2 സ്റ്റാഫും നമ്മുടെ 2 വാച്ചറും ഇപ്പോൾ ഉണ്ട്. ചെറുതായിട്ട് മൂവ് ചെയ്ത് താഴോട്ട് ഒക്കെ നടന്നു തുടങ്ങിയതായിട്ടാണ് ഇൻഫർമേഷൻ. ഇപ്പോൾ വനത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ അവിടെ വെച്ചാണ് ട്രീറ്റ് ചെയ്തത്. കാട്ടാനയ്ക്ക് ചികിത്സ നൽകാൻ ദിവസങ്ങൾ നീണ്ടുനിന്ന ദൗത്യമാണ് വനപാലകർ നടത്തിയത്. അത് പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞുവെന്നതും ആശ്വാസകരമാണ്. ന്യൂസ് 18 തൃശൂർ.